ഹലോ, എന്തൊക്കെയുണ്ട്? ഇന്ന് ഞങ്ങൾക്ക് അവധിയായിട്ടോ. അത് കാരണം ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് ഓർത്തു. അതായത് ഇന്ന് മെയ് 15 ലോക കുടുംബ ദിനം, ഫാമിലി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പോൾ എന്തിനും ഒരു ഡേ ഉണ്ടല്ലോ അല്ലേ? എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറഞ്ഞ പോലെ എവരി ഡേ ഹാസ് എ ഡേ. അപ്പോൾ ഓരോരോ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇന്ന് മെയ് 15 ലോക കുടുംബ ദിനം അല്ലേ? കുടുംബം ഇല്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ഉണ്ട് കുടുംബം അല്ലേ? കുടുംബം. പക്ഷേ എല്ലാവർക്കും ഉണ്ടോ കുടുംബം? ഉണ്ടോ? ഉണ്ടോ? എന്താണ് കുടുംബം? കുടുംബം ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞറിയാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളത് അല്ലേ? ഒരു ഇമ്പമുള്ള ഗാനം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, ആസ്വദിച്ചിരുന്ന് പോകുന്നതാണ് ഇമ്പം എന്ന് പറയുന്നത് അല്ലേ? ഹാർമണി ആയിട്ട് പോവുക, ഹാർമണി ചേർന്ന് പോകുന്നത്. പക്ഷേ ഇന്ന് എല്ലാവർക്കും കുടുംബം ഉണ്ടെന്ന് പറയുമ്പോൾ കുടുംബത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് അല്ലേ? ഓരോ ആളുകളുടെയും കുടുംബത്ത് എന്തെല്ലാം പ്രശ്നങ്ങളും പിണക്കങ്ങളും പിടിവാശികളും എല്ലാം ഉണ്ട് എല്ലാവരുടെയും കുടുംബത്ത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു, ലോക കുടുംബ ദിനാശംസകളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് 2-3 വാക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞേക്കാമെന്ന് ഓർത്തു അല്ലേ? കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ വന്ന് ചേരുമ്പോൾ ഇമ്പമുള്ളതായിത്തീരണം. നമ്മളെ വീട്ടിൽ വന്ന് ചേരുമ്പോൾ അത് ഇമ്പമുള്ളതായിട്ട് വരണം, ആസ്വദിക്കാൻ പറ്റുന്നത്, എൻജോയ്മെൻറ്റ് കുടുംബത്തിൽ വരണം. അതാണ് അല്ലെ? നമ്മളെ വീട്ടിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ അത് ഇമ്പമുള്ളതാക്കുക എന്ന് വരുമ്പോഴാണ് കുടുംബം ആകുന്നത്. കൂടുമ്പോൾ ഇമ്പം. അതിപ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കും, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇമ്പമാക്കാനാണ് പാട്. ഇമ്പമാക്കണമെങ്കിൽ എല്ലാവരും പരസ്പരം തുറന്ന് സംസാരിക്കണം, ഒന്നാമത്തെ കാര്യം. ഇപ്പം അതിനാണ് ആർക്കും സമയമില്ല. എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിൽ ഒത്തിരി ഫ്രണ്ട്സുണ്ട്, ചങ്ക് ഫ്രണ്ട്സുകളുണ്ട്, ഫോളോവേഴ്സുണ്ട്, സബ്സ്ക്രൈബേഴ്സുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിലൊന്ന് സന്തോഷിക്കാനായിട്ട് എന്തുണ്ട് എന്നുള്ളതാണ്. അത് കുടുംബമാക്കണം. അതായത് കുടുംബം ഇമ്പമുള്ളതാക്കണം എന്നർത്ഥം. അതിനെന്താ ചെയ്യേണ്ടത്? പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിരിക്കണം. ഒക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ കുറച്ചൊക്കെ നടക്കും. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ ഫാമിലി അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ചിലപ്പോൾ വേറെ സഹോദരങ്ങൾ കാണും, നാത്തൂമാരും, അമ്മായിയമ്മ, അമ്മായിയപ്പനും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അതെല്ലാം ഡീൽ ചെയ്യുന്നത് സോഫ്റ്റായിട്ട്, അതായത് ഇച്ചിരി സഹിഷ്ണുതയോടുകൂടി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ ഈ വാശി, ഈഗോ, ഇതൊക്കെ വിഷയമാണ്. അവരെൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ പിണങ്ങും, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പിണങ്ങിയെങ്കിൽ ഞാൻ പിണങ്ങിയിരിക്കും. എൻ്റെ കൊക്കിൽ ജീവനുള്ള കാലം ഞാൻ അവരോട് വിട്ടുന്ന പ്രശ്നമില്ല. എനിക്ക് അവൻ അനുഭവിക്കണം. അവൻ എന്നോട് അങ്ങനെ ചെയ്തതാണ്. അന്ന് അവനോട് പറഞ്ഞ വാക്കുണ്ട്. അന്ന് ഇങ്ങനെ സംസാരത്തിനിടയില്ല, അവനിങ്ങനെ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല, എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വെച്ചേക്കുക. ഇങ്ങനെയുള്ള പിടിവാശികൾ, ഞാൻ മരിച്ചാൽ പോലും ഈ മുറ്റത്തവൻ കാലുകുത്തരുത്. ശരിയല്ലേ? സ്വന്തം മക്കളോടായിരിക്കും ഇതൊക്കെ പറയുന്നത്. ഞാൻ മരിച്ചാൽ പോലും അവനെ അറിയിക്കരുത്. എൻ്റെ സ്വത്തിൻ്റെ ഒരു അംശം ഞാൻ അവന് കൊടുക്കത്തില്ല. അത്രയ്ക്ക് ദ്രോഹമാണ് അവൻ്റെ അടുത്ത് ചെയ്തത്. അവൻ അന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ഞാൻ മറന്നിട്ടില്ല. എൻ്റെ കൊക്കിനെ ജീവൻ, കൊക്കിനെ വളർത്തുന്നുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പിടിവാശികളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ സത്യം മനസ്സമാധാനം ഉണ്ടാവും. ഇതെല്ലാം കമ്പാരിറ്റീവ്ലി ഏറിയും കുറഞ്ഞും എല്ലാവർക്കും ഇരിക്കും അല്ലേ? ചിലർക്ക് ഭയങ്കര വാശിയാണ്, ആരെയും അടുപ്പിക്കത്തില്ല, മരുമക്കളെ അടുപ്പിക്കത്തില്ല, മക്കളെ അടുപ്പിക്കത്തില്ല. വാശിയാണ്, വാശി. എന്തൊക്കെയോ നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച് കൊണ്ടുപോകാനിരിക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള വാശികളും പിടിവാശികളും അഹങ്കാര വർത്തമാനങ്ങൾ, ശരിക്കും നാവ് ദോഷം എന്ന് പറയുന്നത് ഭയങ്കര ദോഷമാണ്. ഒന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ശരി, സ്നേഹമായിട്ട് 2 വാക്ക് പറഞ്ഞാൽ അവിടെ ഹാപ്പിയായി ആൾക്കാർ അല്ലേ? ഈ നാവ് ദോഷം എന്ന് പറയുന്ന ദോഷം വളരെ 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 വലുതാണ്. അതായത് നമ്മൾ നമ്മുടെ മക്കളോടും മരുമക്കളോടും നമ്മുടെ അച്ഛനോടും അമ്മയോടും അമ്മായി അച്ഛനോടും അമ്മായി അമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന്
മയപ്പെടുത്തി വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളൊരു വർത്തമാനം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പറയുന്നവരൊക്കെ അങ്ങ് മറന്നു പോകും. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന, അതായത് കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഇത് കേൾക്കുന്ന ആൾക്കാർ ഇത് മറക്കത്തില്ല. അതങ്ങനെ സൂക്ഷിച്ച് മനസ്സിൽ കൊണ്ടു നടക്കും. എന്നിട്ട് ഒരവസരം വരുമ്പോൾ നിനക്ക് അങ്ങനെ വേണം, ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ ആ വാക്കില്ലേ, അതാണ് നീ അനുഭവിക്കണോടാ. ശരിയാണോ? ഇല്ലേ? അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുക അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, പക്ഷേ കേൾക്കുന്നത് ഒരിക്കലും മറക്കത്തില്ല. ഞാനിപ്പോൾ ഒരാളോട് ദ്രോഹം ചെയ്താൽ ചിലപ്പോൾ ഞാൻ മറക്കും, അയാളത് മറക്കത്തില്ല. അയാൾ മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കും. എന്തിനാ അങ്ങനെ മനസ്സിൽ കീപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? കീപ്പ് ചെയ്യാൻ മാത്രം നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് നമ്മൾ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. വീടാണ്, നമ്മൾ മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അറുത്ത് മുറിച്ചുള്ള സംസാരങ്ങളോ വാശികളോ പാടില്ല. വീട്ടിൽ സന്തോഷം ഉണ്ടായാൽ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും. മനസ്സിലായോ? ഇപ്പോൾ സാധാരണ ആണുങ്ങൾ വീട്ടിലോട്ട് വന്നു കയറി അപ്പം തന്നെ ബാഗും മാറ്റി ജോലിയും കഴിഞ്ഞ് വന്ന് അവർ പുറത്തേക്ക് പോയേക്കുക. കാരണം എന്താ? വീട്ടിലേക്കാൾ സന്തോഷം അവർക്ക് പുറത്ത് കിട്ടുന്നുണ്ട്. കൂടുമ്പോൾ ഇവിടെ ഇമ്പമില്ലാത്തത് കൊണ്ട് അവർ പുറത്തേക്ക് പോകും അല്ലേ? അവർക്ക് പുറത്തു പോയി കൂട്ടുകാരുടെ കൂടി രണ്ടെണ്ണമൊക്കെ അടിച്ച് ഇരിക്കുമ്പോഴാണ് അവർക്ക് ഇമ്പം കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാളും ഇമ്പം നമുക്ക് വീട്ടിൽ കിട്ടുവാണെങ്കിൽ അവർ പോകത്തില്ല ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പെണ്ണ്, അവിടുത്തെ ഭാര്യയ്ക്ക് ഇവിടെ ഇമ്പം ഇല്ലെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? അതൊട്ടും ഇല്ലതാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യവും തീർക്കാതെ, ഈ ഒരു ദിനം കൊണ്ടാണ് ഞാൻ പറയുന്നത്, വാശിയും വൈരാഗ്യവും തീർക്കാതെ ഓരോരുത്തരും നമ്മുടെ കുടുംബമാക്കാൻ ശ്രമിക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ സ്നേഹമായിട്ട് തന്നെ പെരുമാറുകയും വർത്തമാനം പറയുകയും ചെയ്യുക. പണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വഷളാകാതിരിക്കുക. ഇപ്പോൾ അച്ഛനും അമ്മയും വരക്കിട്ടൊരു മോനും ഉണ്ട്. മോൻ്റെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും ഇടപെട്ട് ഉടനെ അമ്മ കയറി ഇടപെട്ട് ഉടനെ ആ 3 പേരും കൂടെ ത്രികോണ മത്സരമായി അല്ലേ? ഇത് അച്ഛൻ്റെ അമ്മയുടെയാണ് മകൻ മാശിക്ക് പുറത്തോട്ട് പോകുമോ? ഇല്ല, ഒട്ടും കുറയ്ക്കത്തില്ല. അതങ്ങനെ നിന്ന് ഭയങ്കര വഴക്കായി, അടിയായി, ബഹളായി. പക്ഷേ ഒരാളങ്ങെത്തി താന്നു കൊടുക്കുകയാണല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സമാധാനമായിട്ട് പോകുമെന്നുള്ളതാണ്. നമ്മളെല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയാൻ നിൽക്കുക, ഏതും ഈഗോ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോന്നിനും അതിനകത്ത് ഒരാൾ 2 പറയുമ്പോൾ അയാൾ 4 പറയുക, അയാൾ 4 പറയുമ്പോൾ 8 പറയുക, അങ്ങനെ ജയിച്ചു പോകും ആ സമയത്ത് മാത്രം. പക്ഷേ നമ്മൾ വർത്തമാനം പറഞ്ഞ് ജയിക്കണമെന്ന് തോന്നുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മളവിടെ തോക്കുകയാണ് ചെയ്യണം. അത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ വീട്ടിലുള്ള ഒരാളോട് മത്സരിച്ച് ബഹളം വെച്ച് വഴക്കിട്ട് ജയിക്കുമ്പോൾ ശരിക്കും നമ്മളവിടെ തോക്കുകയാണ് ചെയ്യുന്നത്. ബന്ധങ്ങൾ അകലും, പരസ്പര ബന്ധങ്ങൾ എപ്പോഴും അകന്നു പോകും. ഈ വാശിയും വൈരാഗ്യവും ഇടയ്ക്ക് വന്ന് ഓരോരുത്തർ പറഞ്ഞ് ജയിക്കുന്നുണ്ടാകും. പക്ഷേ അത് അകന്നകന്ന് അറ്റ്ലാസ്റ്റ് നമ്മൾ അവിടെ ജീവിതത്തിൽ തോൽവിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ഒന്ന് മയപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബം ഇച്ചിരി കൂടെ പൂർണ്ണമായിട്ടും 100% ഇമ്പത്തോടു കൂടി പോകുന്ന കുടുംബങ്ങളില്ല. അതോടൊപ്പം നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വളരെ ഹാപ്പിയാണ്, അവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയുന്നത്. എങ്കിലും പൊട്ടലും ചീറ്റലും ഒക്കെ ഒഴിവാക്കി മറ്റുള്ളവരെ അറിയിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായി തീരുന്നതിന് മുമ്പ് അതെല്ലാം സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ കുടുംബ അംഗങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഈ കുടുംബത്തിലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മയപ്പെടുത്തി, എല്ലാവരിലും തെറ്റുണ്ടാകും. ഇനി എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, അല്ലെ എൻ്റെ മോളിങ്ങനെ ചെയ്യില്ല, അല്ലെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണ്, ഏതായാലും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഇത്രയും വളർത്തിയെടുത്തതല്ലേ, അമ്മ എങ്ങനെ പറഞ്ഞത്, അമ്മ സാഹചര്യം അതുകൊണ്ടാണ്, ഇത്രയും സന്തോഷമൊന്നും അമ്മ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മയപ്പെടും നമ്മുടെ കോർട്ടക്സ് പ്രവർത്തിക്കണം. നമ്മുടെ ബ്രെയിനിൽ ഒരു കോർട്ടക്സ് എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഇങ്ങനെ മയപ്പെടുത്താനുള്ള ഒരു സാഹചര്യം നമ്മുടെ ബോഡിയെ സജ്ജമാക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഈ ചൂട് ദേഷ്യം വരുന്ന സംഭവങ്ങളും അതിനടുത്ത് നമ്മൾ സംസാരിക്കുന്നതൊക്കെ അതാണ്. അപ്പോൾ ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും മയപ്പെടുത്താൻ ചെല്ലരുത്. ആ ദേഷ്യം ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ കോർട്ടക്സ് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു രീതിയിൽ ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് കുടുംബ ദിനമായതുകൊണ്ട്, ലോക കുടുംബ ദിനമായതുകൊണ്ടാണ് ഇത്രയും വാക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
സൗഹാർദ്ദകരമായിട്ട് സ്നേഹത്തോടെ സന്തോഷമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. സംസാരം സെക്കൻഡാണ് പ്രവൃത്തി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സംസാരം നല്ലൊരു ഫീൽ കിട്ടുന്ന സംസാരം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഇമ്പം ആയി തുടങ്ങിയെന്നർത്ഥം. ടച്ച് ചെയ്ത് സംസാരിക്കുക, കയ്യിൽ പിടിച്ച് സംസാരിക്കുക, കെട്ടിപ്പിടിച്ച് സംസാരിക്കുക, ഇതൊക്കെ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങളാണ്. പെട്ടെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിണങ്ങിയിരുന്നവരും വഴക്കിട്ടിരുന്നവരും മുഖത്ത് നോക്കാതിരിക്കുന്നവരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറയത്തില്ല. പതുക്കെ മയപ്പെട്ട് സംസാരിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെയുണ്ട്, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്, മരുന്നൊക്കെ ഉണ്ടോ, കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മയപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഭാവത്തിൽ ഫാമിലിയെ കൊണ്ടുവരണം. അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, എങ്കിലും ശ്രമിക്കുക കേട്ടോ. ഇതാണ് എനിക്ക് ഈ ലോക ഫാമിലി ഡേ അല്ലേ, കുടുംബദിനത്തിനോട് എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ. എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സും സന്തോഷമായിട്ടിരിക്കുക, എന്നെ കേൾക്കുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കണം. പ്രശ്നങ്ങളില്ലാത്തവരില്ല. ആ പ്രശ്നങ്ങളെ മറികടക്കാൻ നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥനയും കോൺഫിഡൻസും കൊണ്ടുവരിക. പ്രശ്നങ്ങൾ താനേ മാറിക്കൊള്ളും. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യവും ഇല്ലെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. സൊല്യൂഷൻ ഇല്ലാത്ത, നമുക്ക് മനസ്സിൽ സമാധാനം കൊണ്ടുവന്നാൽ നമുക്ക് ഏതിനും ഒരു പരിഹാരമുണ്ട്. പക്ഷേ മനസ്സിൽ സമാധാനം കെടുത്തുന്ന രീതിയിൽ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വീഡിയോ ഗ്യാപ്പിടാതെ ഇടുവാണ് നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനത് കാരണം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് വീഡിയോ ഇടുന്നത്. എങ്കിലും ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. 1-2 മാസം ഇച്ചിരി ഉഴപ്പ് എല്ലാവർക്കും ഉണ്ടേ കേട്ടോ. പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നെഗറ്റീവ് എനർജി വരുന്ന സമയമുണ്ട്, നമുക്ക് ഉഴപ്പ് വരുന്ന സമയമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കുടുംബദിനത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.